എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയും അതുപോലെ തന്നെ ഒരു കറിയുമാണ്. രണ്ടും വളരെ എളുപ്പം തന്നെയാണ്. എന്നാൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ എന്തുമാത്രം നമുക്ക് ചമ്മന്തി വേണം അതിനനുസരിച്ചുള്ള കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഒരു 10-30 കൊച്ചുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊച്ചുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. പക്ഷേ സവാളയേക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിക്കായതുകൊണ്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് എരിവുള്ള മുളകും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്തോളൂ. കാശ്മീരി ചില്ലി കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പുളിക്കനുസരിച്ചുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നെല്ലിക്ക വലിപ്പമുള്ള ഒരു പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം പുളി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ ഒരു ചമ്മന്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ തന്നെ ഇതിനെ നമ്മൾ അരച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റിലുള്ളൊരു ചമ്മന്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റ് ആകും. ഇനി ഒരു സെയിം ഉള്ളിയിലേക്കൊക്കെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആകും. അപ്പോൾ മനസ്സിലായില്ല. ഇങ്ങനെ 3 ടൈപ്പ് ചമ്മന്തി നമുക്ക് ഇതിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കല്ലിൽ വെച്ച് അരച്ചെടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത എണ്ണയുണ്ടല്ലോ ആ എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് നമുക്കറിയാലോ. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറുണ്ണാൻ വളരെ ടേസ്റ്റിയാണേ. ഇതിനോടൊപ്പം ഞാനൊരു കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറി തന്നെയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 സവാള, ചെറിയ 2 സവാള കേട്ടോ, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വലിയ സവാള ആണെങ്കിൽ ഒരു സവാള ആയാലും മതി. നമുക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈവച്ചൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണേ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ആവശ്യത്തിന് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള മറ്റൊരു കാര്യം കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. ഞാൻ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ടേ. ഈ പപ്പടം നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പപ്പടം എല്ലാം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പത്തേക്ക് ഞാൻ മൺചട്ടി വെച്ചു. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മാത്രം കടുക്, 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. അപ്പം കടുകിൻ്റെയും ജീരകത്തിൻ്റെയും ഒന്നും അളവ് ഒരുപാട് കൂട്ടണ്ട. നമുക്ക് എത്ര അളവ് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂട്ടണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായമോ അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത പപ്പടമുണ്ടല്ലോ, ആ പപ്പടമാണ്. വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പപ്പടം വറുത്തിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നോക്കിയിട്ട് മാത്രമേ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയാത്തത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തൊന്ന് ചേർത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവൊക്കെ നമുക്ക് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. 1 കപ്പ് തൈരിന് ഒരു 3-4 പപ്പടം എന്നുള്ള ക്രമത്തിൽ മാത്രം എടുത്താൽ മതി.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പപ്പടം ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കഴിക്കാൻ എപ്പോഴാണോ ആഹാരം എടുക്കുന്നത് ആ ടൈമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത് അതുപോലെ തന്നെ തൈരൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് കഴിക്കുന്ന ആ സമയത്ത് അതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും തൈര് പപ്പടവും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിമിഷം നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.